നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ഏത് പാതിരാത്രിയിലും 6000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കാശ് വേണം. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലോൺ ആപ്പ് ഉണ്ട്. 10 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പ്. ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ ഉള്ളൂ. എനി ടൈം എടുക്കാം. നിങ്ങൾ സാലറീഡ് പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് മാറും. സോ വിശദാംശങ്ങൾ പോകുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള പുതിയ ലോൺ ആപ്പുകളുടെ വിവരങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാനൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോൺ ആപ്പുകൾ കിട്ടും. ഒന്നിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നതാണ് അഡ്വാൻറ്റേജ്. ലോൺ ആപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അൺസെക്യൂർഡ് ലോണാണ്. നമുക്ക് ഈട് ജാമ്യം അങ്ങനെയുള്ള ഒരു പരിപാടിയും കൊടുക്കേണ്ട ആവശ്യകതയില്ല. ലോണിന്റെ വിശദാംശങ്ങൾ പോകുന്നതിന് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാട്സപ്പിലോ SMS ആയിട്ടോ കോൾ ആയിട്ടൊക്കെ ആരെങ്കിലും വിളിച്ചിട്ട് ലോൺ തരാന്ന് പറഞ്ഞാൽ എല്ലാം തട്ടിപ്പാണ് കേട്ടോ. ഒന്നിന്റെ പിന്നിൽ പോകരുത്. ഏതാണ് ലോൺ ആപ്പ് പേര് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ RBIയുടെ NBFC ലിസ്റ്റിൽ നോക്കുക, അത് RBI അപ്രൂവ്ഡ് ആണോ. രണ്ടാമത് അവരുടെ ആപ്പിന്റെ കമന്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ആർക്കെങ്കിലും പണി കൊടുത്തിട്ടുണ്ടോ. 3 ലോണിന്റെ ഡോക്യുമെന്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക, എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ വായിച്ചു നോക്കുക. 4 നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും പ്രോസസിങ് ചാർജോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് അപ്പം തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. 5 ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ആപ്പിനകത്തോ വെബ്സൈറ്റിനകത്തോ ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഇതൊക്കെ ഓക്കെ ആയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ചെയ്യാം നിങ്ങൾക്ക് ലോണിൽ എടുക്കുക. പിന്നെ ലോൺ എന്ന് പറയുന്ന പേരിന് വേണ്ടി ലോൺ ഇങ്ങനെ എടുക്കാനൊന്നും പോരുത്. എനിക്ക് കിട്ടുമോ നോക്കിയിട്ട് എടുക്കാൻ പോരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ആവശ്യമില്ലെങ്കിൽ പരമാവധി ലോൺ എടുക്കാതിരിക്കുക. ഓക്കെ, ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും EMI അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് ഭയങ്കര ബേർഡനാണ്. ഇപ്പം ഞാനൊക്കെ അനുഭവിക്കുന്ന പോലെ. ഓക്കെ, നമുക്ക് ഈ ലോൺ ആപ്പ് ഏതെന്ന് മനസ്സിലാക്കാം. ഒരു 2018 ഏകദേശം എനിക്കൊന്നും 6-7 കൊല്ലം മുമ്പാണ് ഞാൻ ഇതിന്റെ ആദ്യത്തെ വീഡിയോ റിലീസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് ക്രെഡിറ്റ് ബി എന്നാണ്. ആദ്യം തന്നെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പോവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത് ഒരു അടിപൊളി കമ്പനിയാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ലെൻഡറിന്റെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ, ആൻഡ്രോയിഡ് iOS ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം A to Z കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള പ്രത്യേകതകൾ ഫാസ്റ്റ് പ്രോസസിംഗ് ആൻഡ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്, 100% പേപ്പർലെസ് ആൻഡ് സേഫ് ആൻഡ് സെക്യൂർഡ്, കൊളാറ്ററൽ ഫ്രീ, ഈടെ ജാമ്യം പരിപാടികളൊന്നുമില്ല. ഇവർ എത്ര കോടി 6000 കോടി എങ്ങാൻ എമൗണ്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ട്. 62,000 കോടി ഇതുവരെ ഡിസ്ബേഴ്സിൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ക്രെഡിറ്റ് ഗിവൺ. ആൻഡ് 7 കോടി ആൾക്കാർ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. 7 കോടി എന്നല്ല കേട്ടോ, ഏകദേശം 10 കോടി ആയിട്ടുണ്ട്. ഇതാ നോക്കിക്കോ, 10 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു ഈ ആപ്പ്. എന്നിട്ട് 4.6 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആപ്പാണ്. സൂപ്പർ ആപ്പാണ്. 4000 മുതൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ കമ്പനിയുടെ പേര് ക്രേസി ബി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമുക്ക് കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അറിയാം. ക്രേസി ബി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമുക്ക് നേരെ കയറിയിട്ട് NBFC ഡാറ്റയിൽ നോക്കി കഴിഞ്ഞാൽ ക്രേസി ബി എൻ്റർ ചെയ്ത 4098ാമത്തെ റോയിൽ കാണാൻ പറ്റും ക്രേസി ബി സർവീസസ് ലിമിറ്റഡ്. ഇപ്പൊ ലിമിറ്റഡ് കമ്പനിയായി. നേരത്തെ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ വലിയ സെറ്റപ്പ് ആയില്ല, വലിയ കോടികളുടെ കമ്പനിയായി. ബംഗളൂരുവാണ് ഇവരുടെ ആസ്ഥാനം പരിപാടി. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ താഴെ ഇവിടെ കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു പേജിലേക്ക് പോകും. അവിടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഇതാണ് കോൺടാക്ട് നമ്പർ 12, ടിക്കറ്റ് റൈസ് ചെയ്യാനുള്ള നമ്പർ, ഇമെയിൽ ID, മറ്റുള്ള ലെൻഡിങ് പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ അഡ്രസ്സ് വരെ കൊടുത്തിട്ടുണ്ട്. മൺഡേ ടു സാറ്റർഡേ 8 AM to 8 PM വരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് പദ്ധതികളും പരിപാടികളുണ്ട്. മറ്റുള്ള ലോൺ പ്രോഡക്റ്റ് മാത്രമല്ല, എല്ലാ ലോണുകളും ഉണ്ട്. ബിസിനസ് ലോൺ ഉണ്ട്, അതുപോലെ പേഴ്സണൽ ലോൺ. പേഴ്സണൽ ലോൺ സാലറീഡും സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർക്കുണ്ട്. 2-വീലർ ലോൺ ഉണ്ട്, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അതുപോലെ തന്നെ 24K ഡിജിറ്റൽ ഗോൾഡും ഇവർ അതിനകത്തുണ്ട്. ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാമിന്റെ എല്ലാ പരിപാടികളുള്ള ഒരു ബൃഹത്തായ സെറ്റപ്പാണ് ഇവരുടെ ആപ്പ് എന്ന് പറയുന്നത്. ആപ്പിൽ കൂടെ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് വഴി എടുക്കാം. ഇതിപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ സിമ്പിൾ ആയിട്ട് ലോഗിൻ ചെയ്തതാണ്. സോ സാലറീഡ് സെൽഫ് എംപ്ലോയിഡ് 6000 to 10 ലക്ഷം, 100% ഓൺലൈൻ പ്രോസസ്, ക്വിക്ക് അപ്രൂവൽ, 10 minutes ഡിസ്ബേഴ്സൽ ആൻഡ് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ. ഡയറക്റ്റ് ബാങ്കിൽ കിട്ടും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വല്ല ലോൺ ഉണ്ടോ നോക്കിയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ലോൺ സാലറീഡ് പേഴ്സൺ അല്ല, അതുകൊണ്ട് എനിക്ക് അത് ലോക്കഡ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ലോണിന്റെ കാര്യം ഇവിടെ കാണാൻ പറ്റും. ആ ബിസിനസ് ലോൺ അടിക്കുമ്പോൾ ഇവിടെ 50,000 ഉണ്ട്, 10,000 ഉണ്ട്. ഇതിനകത്ത് 50,000 ബിസിനസ് ലോൺ ലോക്കഡ് ആണ്. നമ്മൾ ആദ്യം ഒരു ലോൺ എടുത്തിട്ട് നമ്മൾ അത് തിരിച്ചടക്കണം. അതിനനുസരിച്ചേ നമുക്ക് കയറുള്ളൂ. ഇവിടെ ഞാൻ വെറുതെ റിക്വസ്റ്റ് കൊടുത്താണ്. നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടില്ല. കാരണം വെച്ചാൽ എലിജിബിലിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ലോണൊക്കെ എടുത്ത് തിരിച്ചടക്കുന്നവർ, ലോൺ എടുത്ത് തിരിച്ചടക്കുന്നവന് സിബിൽ സ്കോർ ഉണ്ടെങ്കിലും ലോൺ കിട്ടില്ല. എങ്ങനെയാണോ കുറേ ലോണുകൾ നമ്മുടെ അക്കൗണ്ടിലായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ റിസ്ക് കാറ്റഗറിയാണ്. എടുത്തിട്ട് തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ലോൺ വീണ്ടും കൊടുക്കില്ല അവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടാതിരിക്കും. അല്ലാതെ നിങ്ങളുടെ സിബിൽ സ്കോർ കുറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലോൺ കൃത്യമായിട്ട് അടക്കുന്നുണ്ട് എന്നിട്ട് അതൊന്നും അല്ല റീസൺ. എല്ലാം കറക്റ്റാണ്, പറഞ്ഞൊക്കെ കറക്റ്റാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക, കുറേ ലോൺ എണ്ണം കൂടിയതുകൊണ്ടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ലോൺ എണ്ണം കൂടുതലാണ്. നിങ്ങൾക്ക് അറിയാലോ, എല്ലാ കണ്ട ആപ്പുകളിൽ നിന്ന് എല്ലാത്തിനും ലോൺ എടുക്കണം. എന്തൊക്കെ ലോൺ കിട്ടും എവിടെ നിന്ന്. അങ്ങ് ഗുജറാത്തിൽ പോയിട്ട് സേട്ടുൻ്റെ കയ്യിൽ നിന്ന് പോലും ലെൻഡിങ് കാർഡിൽ നിന്ന് പോലും ലോൺ എടുത്ത ഞാനാണ്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ലോണുകളുടെ ഒരു മഹാശേഖരം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇനി ഇവരുടെ ആപ്പിനകത്ത് വീഡിയോ KYC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ KYC എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ
കാർഡൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമുക്ക് എന്തെങ്കിലും ലൈക്ക് നമ്മുടെ സിബിൽ റിപ്പോർട്ടില്ലേ, ഇവർ സിബിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഇവർ EQFX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരെ കമ്പനിയുടേതാണ് സിബിൽ റിപ്പോർട്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്റെ 2022 റിപ്പോർട്ടാണ്, വെറും 667 ഉള്ളൂ. പുതിയ ഞാൻ ജനറേറ്റ് ചെയ്യുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇനി നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ വേറെയും കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബിസിനസ് ലോണ്, ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാൻ വേണമെങ്കിൽ ഇതിനകത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീമിയം ബിസിനസ് ലോണ്, സാധാ ബിസിനസ് ലോണും പ്രീമിയം ബിസിനസ് ലോണ്. ഈ സാലറീഡ് ലോൺ ആണ് 10 ലക്ഷം വരെ ഉള്ളത് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ. അല്ലാത്ത ബിസിനസ്സുകാർക്കും 5 ലക്ഷം വരെ ഉള്ളൂ. അതിന്റെ മേളിലേക്ക് കിട്ടുന്നു 48 മാസത്തേക്കാണ്, ഇത് 8 മാസത്തേക്കാണ് നമുക്ക് കിട്ടുക. ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം വെരിഫിക്കേഷൻ, ബേസിക് ഡീറ്റെയിൽസ്, അസറ്റ് വാലിഡേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വെരിഫൈ KYC, ബിസിനസ് ഡീറ്റെയിൽസ്, എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി. നിങ്ങൾ ആരും പറ്റിക്കില്ല, ഈ ഒരു ആപ്പ് നിങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യില്ല, അത് ഉറപ്പാണ്. കാരണം ഒരു ആപ്പ് ഇന്ത്യയിൽ ട്രെൻഡിങ് ആണ്. ഇപ്പൊ 4 കോടിയുള്ള കേരളത്തിൽ ഏകദേശം 10 കോടി ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ആകെ 4 കോടി ജനസംഖ്യയുള്ളൂ. അപ്പൊ 10 കോടി ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് അറിയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. 62,000 കോടിയാണ് ഡിസ്ബസ് ചെയ്ത്. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നല്ലൊരു ആപ്പ് ആയെങ്കിൽ മാത്രമേ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. 4.6 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. എല്ലാവരുടെ ഫോണിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ഒക്കെ ചെയ്ത് നോക്കണം. പൈസ എപ്പോൾ ആവശ്യം വരും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് എല്ലാ സമയങ്ങളിലും നമുക്ക് നമ്മുടെ കൂട്ടുകാരോടോ വീട്ടുകാരോടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നൊന്നുമില്ല. ഫണ്ട് ആവശ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക, കൃത്യമായിട്ട് നമ്മൾ തിരിച്ചടക്കുക, അത്ര തന്നെ. പിന്നെ പാസീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻകം സോഴ്സുകൾ കണ്ടെത്തുക. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് വൈകുന്നേരം വന്നിട്ട് വർക്ക് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നതല്ല, ഒൺസ് നിങ്ങൾ എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് കാശ് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. നിങ്ങൾക്കറിയാലോ, ഡിജിറ്റൽ പ്രോഡക്ട്സ് നല്ലൊരു അടിപൊളി മെത്തേഡാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല റവന്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നെറ്റ്വാലിലുണ്ട്. ഇനി ഓട്ടോമാറ്റഡ് ട്രേഡിംഗ് ഉണ്ട്. ഫുള്ളി ഒരേ സമയം ബൈയോ ഒക്കെ സെല്ലോ ഒക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്. എൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഡിജിറ്റൽ പ്രോഡക്റ്റിന്റെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ നല്ല ട്രെൻഡിംഗ് ഉള്ള പരിപാടിയാണ്. ട്രേഡിംഗ് ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്, ഡിജിറ്റൽ പ്രോഡക്റ്റ് ഒക്കെ ട്രെൻഡിംഗ്. ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാം. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് ബേസിക് ആയിട്ട് ഒന്ന് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒരു ദിവസം സെറ്റ് ചെയ്യാനുണ്ടാവും. അതേ ഉള്ളൂ, ഒറ്റ ദിവസം സെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റവന്യൂ കിട്ടുന്ന മോഡലാണ് ഈ പറഞ്ഞ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ പ്രോഡക്റ്റ് പിന്നെ അത്യാവശ്യം അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ മെറ്റാ ആഡ്സ് ഒക്കെ ഒന്ന് റൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിന്റെയൊക്കെ വിവരങ്ങൾ വിശദമായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. മറക്കേണ്ട, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോണുകളുടെ വിവരങ്ങൾ അടങ്ങുന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സൈൻ അപ്പ് ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ലോൺ ആപ്പുകളിൽ നിന്നും നിങ്ങൾ നേരിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോ ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വെരി ഷോണി സൈനിങ് ഓഫ്. ബൈ.